നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇക്വഡോറിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏഞ്ചൽ ഡി മരിയ മത്സരത്തിന്റെ 40ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ റൊമേറോയുടെ പാസിൽ നിന്നായിരുന്നു ഡി മരിയ ഈ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ലയണൽ മെസ്സിക്ക് വേണ്ടി ഡി മരിയ കളിക്കളത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഡി മരിയയുടെ ഒരു പ്രകടനം, അതും പ്രത്യേകിച്ച് ഈ സമീപകാലത്തെ പ്രകടനം എടുത്തു പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായത് 2022 മുതൽ അർജന്റീനയ്ക്ക് വേണ്ടി ഡി മരിയ കളിച്ച ആ ഒരു മത്സരങ്ങളും അദ്ദേഹത്തിന്റെ പ്രകടനവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. 2022 മുതൽ 21 മത്സരങ്ങളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഡി മരിയ കളിച്ചിട്ടുള്ളത്. അതിൽ 15 മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്നായി 9 ഗോളുകൾ അദ്ദേഹം നേടി. അതായത് ഈ കാലയളവിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം അത് ഡി മരിയയാണ്. അതുപോലെ തന്നെ 6 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ഈ കാലയളവിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ രണ്ടാമത്തെ താരം ഡി മരിയയാണ്. 15 ഗോൾ കോൺട്രിബ്യൂഷൻസ്, അതിലും രണ്ടാം സ്ഥാനം ഡി മരിയക്ക് തന്നെയാണ്. അതുപോലെ തന്നെ 42 ഡിസിസീവ് പാസുകൾ, രണ്ടാം സ്ഥാനം ഡി മരിയക്കാണ്. അതുപോലെ തന്നെ വലിയ ചാൻസുകൾ, ബിഗ് ചാൻസുകൾ 11 തവണ ഡി മരിയ ക്രിയേറ്റ് ചെയ്തു, രണ്ടാം സ്ഥാനം ഡി മരിയക്കാണ്. അതുപോലെ തന്നെ 40 തവണ ഡ്രിബിളുകൾ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി. ഈ കാലയളവിൽ അർജന്റീന ടീമിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം ഡി മരിയയാണ്. അതുപോലെ തന്നെ സോഫ സ്കോറിന്റെ ആ ഒരു റേറ്റിംഗ് ഈ കാലയളവിൽ വരുന്നത് 7.75 ആണ്. അർജന്റീന ടീമിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഈ കാലയളവിൽ സ്വന്തമാക്കിയ രണ്ടാമത്തെ താരം ഡി മരിയയാണ്. ഒന്നാമത്തെ താരം ആരാണ് എന്ന് പറയേണ്ട കാര്യമില്ല, സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. അതായത് അർജന്റീന ടീമിൽ ഡി മരിയക്ക് മുകളിൽ ഉള്ളത് കേവലം മെസ്സി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഡി മരിയക്ക് താഴെ തന്നെയാണ്. ഈ പ്രായത്തിലും അദ്ദേഹം മാസ്മരിക പ്രകടനം പുറത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയും ആശങ്കയും ഒക്കെ ഇവിടെയുണ്ട്. കാരണം ഈ കോപ്പ അമേരിക്ക ഡി മരിയയുടെ അവസാനത്തെ ടൂർണമെന്റ് ആണ്, അർജന്റീനക്കൊപ്പമുള്ള അവസാനത്തെ മത്സരങ്ങളാണ്. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജന്റീനയുടെ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഡി മരിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡി മരിയ അർജന്റീനയുടെ പടി ഇറങ്ങുമ്പോൾ ആരായിരിക്കും ആ ഒരു അഭാവം നികത്തുക എന്നുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.